നമസ്തേ. ജ്യോതിശാസ്ത്രത്തിൽ 12 രാശിയും 9 ഗ്രഹങ്ങളുമാണ് ഉള്ളത്. അതായത് മേടം മുതൽ മീനം വരെയുള്ള 12 രാശികൾ. ഈ രാശിയിൽ ഓരോ ഗ്രഹത്തിനും പലവിധ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും രാജയോഗങ്ങളുമുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആദിത്യൻ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിയിലും നിൽക്കുമ്പോൾ എന്തൊക്കെ ഗുണഫലങ്ങൾ ദോഷഫലങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദിത്യൻ ഒരു മാസം കൊണ്ടാണ് ഒരു രാശി പൂർത്തിയാക്കുന്നത്. ആദിത്യൻ മേടത്തിൽ നിൽക്കുമ്പോൾ മേടമാസവും ആദിത്യൻ ഇടവത്തിൽ വരുമ്പോൾ ഇടവമാസവും ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് മാസങ്ങൾ കണക്കാക്കുന്നത്. എല്ലാ ഗ്രഹങ്ങളുടെയും നായകനും അവയ്ക്കെല്ലാം ചൈതന്യം നൽകുന്നതും ആദിത്യനാണ്. ഏറ്റവും പുരാതനമായ വേദങ്ങൾ പോലും ആദ്യമായി സ്തുതിക്കുന്നത് ആദിത്യനെയാണ്. ആദിത്യൻ വലിയ ഓജസ്സുള്ളയാളും നീളത്തിനൊത്ത വണ്ണമുള്ള ദേഹത്തോടു കൂടിയവനും കറുപ്പും ചുവപ്പും കലർന്ന നിറത്തോടു കൂടിയവനും തേൻ പോലെ പിങ്കളവർണ്ണമായ കണ്ണുകളോടു കൂടിയവനും പിത്തപ്രകൃതിയും തലമുടി കുറഞ്ഞയാളും സത്വഗുണക്കാരനുമാകുന്നു. ആദിത്യൻ പ്രാണന്റെ കാരകനാകുന്നു. ശരീരാവയവങ്ങളിൽ ഹൃദയത്തിൻ്റെ ഭരണകർത്താവ് ആദിത്യനാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ സ്വഭാവസ്ഥിരത സൂര്യനെ കൊണ്ട് നിശ്ചയിക്കുന്നു. സ്ഥിരരാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ഉറപ്പുള്ള സ്വഭാവവും നിർബന്ധശീലവും കാണിക്കുന്നു. ചരരാശിയിൽ ആദിത്യൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ചഞ്ചലവും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതുമായ സ്വഭാവത്തെയും ഉഭയരാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ സന്ദർഭത്തിനു ചേർന്നുപോകാത്ത വണ്ണം രൂപാന്തരപ്പെടുന്ന സ്വഭാവത്തെയും സൂചിപ്പിക്കുന്നു. ശരീരത്തിലെ അവയവങ്ങളിൽ ഹൃദയത്തിൻ്റെ ഭരണാധികാരി ആദിത്യനായതുകൊണ്ട് ജാതകൻ്റെ ഹൃദയബലം സൂര്യന് ജാതകത്തിലുള്ള ബലത്തിനനുസരിച്ചായിരിക്കും. ജാതകത്തിൽ ആദിത്യൻ ബലവാനാണെങ്കിൽ ജാതകൻ വലിയ അധികാരമുള്ളയാളും ധീരനും രാഷ്ട്രീയ പ്രതാപമുള്ളവനുമായി ഭവിക്കും. സൂര്യൻ ഉച്ചനായി നിൽക്കുന്ന മേടം 10-നുള്ളിൽ ജനിക്കുന്നവർ പ്രസിദ്ധനും ഉന്നത പദവി അലങ്കരിക്കുന്നവനുമാകും. ഇടവൻ രാശിയിൽ അഥവാ ഇടവമാസത്തിൽ ജനിക്കുന്നവർ പൊതുവെ സുഗന്ധദ്രവ്യങ്ങളോ വസ്ത്രങ്ങളോ കൈകാര്യം ചെയ്യുന്നവനായിരിക്കും. ഇവർ വിദ്യാഭ്യാസപ്രിയരും സംഗീതവാസനയുള്ളവരുമാണ്. സൂര്യൻ മിഥുനം രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ ധനമുള്ളവനും വ്യാകരണ സാഹിത്യ ഗണിതമണ്ഡലങ്ങളിൽ ശോഭിക്കുന്നവനുമായിരിക്കും. സൂര്യൻ കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ സമ്പത്തില്ലാത്തവനും കഷ്ടതകൾ അനുഭവിക്കുന്നവനുമായി തീരും. ഇവർക്ക് മനസുഖം ലഭിക്കുകയില്ല. സൂര്യൻ ചിങ്ങത്തിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ അഭിമാനിയും നേതൃത്വ ഗുണമുള്ളവനുമാകുന്നു. ഇവർക്ക് നല്ല മനക്കരുത്തുണ്ടാകും. വനപ്രദേശങ്ങളിൽ വസിക്കേണ്ടി വരും. സൂര്യൻ കന്നിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവരാകട്ടെ മൃദുല ശരീരമുള്ളവരും സാഹിത്യ ശില്പകലകളിൽ പ്രാവീണ്യമുള്ളവരുമായിരിക്കും. സൂര്യൻ തുലാത്തിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ സാഹിത്യത്തിൽ നിന്നുള്ള ധനാഗമനത്തിലൂടെ ജീവിക്കുന്നവരായിരിക്കും. ശൃംഗാര തൽപരരാണെങ്കിലും ഭാര്യാസുഖം കുറഞ്ഞിരിക്കും. ധനത്തിനു വേണ്ടി ഇവർ എപ്പോഴും ക്ലേശിക്കുന്നതാണ്. സൂര്യൻ വൃശ്ചികം രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ക്രൂര സ്വഭാവമുള്ളവനും സാഹസികനുമായിരിക്കും. വിഷസംബന്ധമായ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നവനുമാകുന്നു. സൂര്യൻ ധനുരാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നവനും ധനവാനുമായിരിക്കും. ഇവർ കൂർമ്മബുദ്ധിയുള്ളവരും ആലോചനാശീലം ഉള്ളവരുമാണ്. വ്യാപാര വ്യവഹാരങ്ങളിൽ ഇടപെടും. സൂര്യൻ മകരം രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ കുലത്തിന് യോജിക്കാത്ത പ്രവർത്തികൾ ചെയ്യുന്നവനായി ഭവിക്കുന്നതാണ്. സമ്പത്തില്ലാത്തവനുമായി മാറുന്നു. സൂര്യൻ കുംഭം രാശിയിൽ നിൽക്കുമ്പോൾ ജനിച്ചാൽ പുത്രധനഭാഗ്യം കുറവായിരിക്കും. ഇവർ തൻ്റെ നിലയനുസരിച്ച് പ്രവർത്തിച്ച് കാണാറില്ല. സൂര്യൻ മീനം രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ദ്രാവക സാധനങ്ങൾ ക്രയവിക്രയം ചെയ്യുന്നവനായിരിക്കും. ഇവർ സ്ത്രീകളാൽ ബഹുമാനിക്കപ്പെടുന്നവനുമാകുന്നു.